തെരുവുനായ വിഷയത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ ബഹളം. ഇരുപക്ഷവും തമ്മിൽ ഏറ്റുമുട്ടി. പ്രതിപക്ഷം യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നിരവധി പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിട്ടും ബന്ധപ്പെട്ടവർ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നും ആരോപണമുയർന്നു. തെരുവുനായ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ കോർപ്പറേഷൻ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. മൂടി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് മനസ്സിലാക്കണം. നിങ്ങൾ ഈ പശുവിനെ പിടിക്കാൻ വേണ്ടി ഉത്സാഹമാണ്. പശുവിനെ പിടിക്കാൻ ചെയ്യുന്നല്ല. എന്നിട്ടും പശുവിനെ പിടിക്കാൻ തന്നെ 4000-5000 രൂപ വെച്ച് കൊടുക്കാമെന്നല്ല കാണുന്നത്. ഒരു പിടിക്കാൻ അതിൽ കൊണ്ടുപോകാൻ വേറെ പൈസ. ഇതെല്ലാം പരിശോധിക്കേണ്ടതാണ്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നിരവധി പേർക്ക് കടിയേറ്റ് തൊട്ടടുത്ത ദിവസം തന്നെ കോർപ്പറേഷൻ വിളിച്ചു ചേർത്ത യോഗത്തിലേക്ക് പ്രതിപക്ഷ കൌൺസിലർമാരെ ക്ഷണിച്ചില്ല എന്നും ആരോപണം ഉന്നയിച്ചു. എന്നാൽ സംസ്ഥാന ഗവൺമെന്റും ജില്ലാ പഞ്ചായത്തും വിഷയത്തിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ലെന്ന് ഭരണപക്ഷം ആരോപിച്ചു. ആ കൂടുതൽ ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ പടിയൂരിൽ 50ഓളം കൂടുകളുണ്ട്. അതൊരു 3 സർക്കാർ വിട്ടുതരാൻ വേണ്ടി രാവിലെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ തരാമെന്ന് പറഞ്ഞു. പിന്നീട് പലതവണ വിളിച്ച് അവരുടെ നിന്ന് യാതൊരു മറുപടി അനുകൂലമായ മറുപടി കിട്ടുന്നില്ല. മേയർ വിളിച്ചു, മുൻ മേയർ വിളിച്ചു, സൂപ്പർവൈസർ വിളിച്ചു. എന്നിട്ടൊന്നും ഒരു മറുപടി. ലാസ്റ്റ് മേയർ വിളിച്ചാലോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ നമ്മളിവിടെ സാധാരണ വിളിച്ചില്ല. പക്ഷെ ബന്ധപ്പെട്ടവർ പറഞ്ഞ അവിടെ കൂടുണ്ട് അത് നിങ്ങൾക്ക് തരായിട്ടാണ്. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മേയർ അന്ന് എത്തുന്ന ദിവസം തന്നെ അതിനുവേണ്ടി സത്വരമായ യോഗം വിളിച്ചു ചേർത്തത് എത്രയോ അംഗങ്ങൾ അവിടെ തന്നെ ആളുകൾ അറിഞ്ഞിട്ടുണ്ട്, അവർ പങ്കെടുത്തിട്ടുണ്ട്. ആരെയും കുറ്റപ്പെടുത്താതെ വിഷയം ഗൌരവപൂർവ്വം കൈകാര്യം ചെയ്യാൻ എങ്ങനെ കഴിയുമെന്നാണ് ആലോചിക്കേണ്ടത് എന്ന് ഏക BJP കൌൺസിലർ ഷൈജു പറഞ്ഞു. ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നതിന് പകരം നമ്മൾ പല ആളുകളെയും കുറ്റപ്പെടുത്തിക്കൊണ്ടും സംസാരിക്കുന്നത് തീരെ ശരിയല്ല. നമ്മുടെ കോർപ്പറേഷനിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സംരക്ഷണത്തോടുകൂടി നടക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കലാണ് ഒരു കോർപ്പറേഷന്റെ ദൗത്യം എന്ന് നമ്മൾ മനസ്സിലാക്കി നീങ്ങണമെന്നാണ് എനിക്ക് ഒരു വേളയോട് അഭ്യർത്ഥിക്കാറുള്ളത്. ബഹളം മൂർച്ഛിച്ചതോടെ പ്രതിപക്ഷം പ്രതിഷേധവുമായി മേയറുടെ ഡയസിനു മുന്നിലെത്തി. പ്രതിപക്ഷം മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ നാടകം കളിക്കുകയാണെന്ന് മേയർ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഈ സമയം ഭരണപക്ഷം കൂക്കി വിളിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ കളിയാക്കുകയും ചെയ്തു.